Welcome to Garam Masala, the magic spices of cooking. ഒനിയൻ സമോസ. ഇന്ന് നമുക്ക് ഒനിയൻ സമോസ തയ്യാറാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണിത്. ആദ്യം നമുക്ക് ഒനിയൻ മസാല തയ്യാറാക്കാം. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് 1.5 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഈ സവാളയൊന്ന് സോഫ്റ്റായി വരണം. ഇത് ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ സവാള സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. റെഗുലർ ചില്ലി പൗഡറോ കാശ്മീരി ചില്ലി പൗഡറോ ഉപയോഗിക്കാം. ഓരോരുത്തരുടെയും സ്പൈസ് ലെവലിന് അനുസരിച്ച് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഒനിയൻ മസാലയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അവിൽ ചേർക്കുകയാണെങ്കിൽ ഇതിനെ അബ്സോർബ് ചെയ്തുകൊള്ളും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. നമുക്കിതിനെ മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഒനിയൻ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഗം തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ മൈദയിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. ഇതിനെ ഒരു തിക്ക് ബാറ്ററാക്കി മാറ്റണം. അങ്ങനെ നമ്മുടെ ഗം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി സമൂസ പേസ്ട്രി, ഒനിയൻ മസാല, ഗം ഇവയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സമൂസ പേസ്ട്രി എടുക്കാം. ഇതിനെ നമുക്ക് കോൺ ഷേപ്പിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് 1-2 ടീസ്പൂൺ മസാല വെച്ച് കൊടുക്കാം. ഇതിനെ ഒരുപാട് ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ സൈഡിലായി നമുക്ക് ഗം തേച്ച് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് മടക്കിയെടുക്കണം. ഗ്യാപ്സ് എല്ലാം നന്നായി ഫിൽ ചെയ്യണം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അകത്തോട്ട് എണ്ണ കയറും. ഇതുപോലെ നമുക്ക് അടുത്ത സമൂസ കൂടെ തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ റെഡിമെയ്ഡ് സമൂസ പേസ്ട്രിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹോം മെയ്ഡ് സമൂസ പേസ്ട്രി ഉപയോഗിച്ചും നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ സമൂസയും ഫ്രൈ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ സമൂസയായി ചേർത്ത് കൊടുക്കണം. എണ്ണ മീഡിയം ഹീറ്റിലായിരിക്കണം നമ്മൾ സമൂസ ചേർക്കുന്ന സമയത്ത്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സമോസ എല്ലാം ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സമോസകൾ കൂടെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആൻഡ് ഡെലീഷ്യസ് ഒനിയൻ സമോസ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. Thank you.